മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞതുപോലെയാണ്. ലീഗ് പുറത്തേക്ക് ചാടാനിരുന്നതാണ്. ഇപ്പോൾ അതൊരു കാരണം കൂടെ കിട്ടിയിരിക്കുന്നു. അങ്ങനെ നിലമ്പൂരിലൂടെ എന്താണ് നേടാൻ പോകുന്നത് UDF എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, UDFിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗ് UDF വിടും. രണ്ട്, UDF ശിഥിലമാകും, VD സതീശൻ ചോദ്യം ചെയ്യപ്പെടും. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ആരെ ചൊല്ലി? ആരാണ് ഇതിന് ഉത്തരവാദി? അൻവറിനെ ചൊല്ലി തന്നെ. ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരെല്ലാവരും അതിൽ വരുന്നുണ്ട്. കാരണം അൻവറിനെ വഴി തടഞ്ഞു, അൻവറിനെ മുറ്റത്ത് നിർത്തി മഴ നനയിച്ചു. വീട്ടിനകത്തേക്ക് കയറ്റാൻ VD സതീശൻ അനുവദിക്കുന്നില്ല. സുധാകരൻ പറഞ്ഞു, ഞാൻ റിട്ടയർ ചെയ്തു, അതുകൊണ്ട് എനിക്കിനിയിപ്പോൾ ഒന്നും പറ്റത്തില്ല. പക്ഷേ അൻവറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും അൻവറിൻ്റെ വഴിയിലൂടെ പോയി. ഇതേതായാലും UDFന് കിട്ടിയ ഒരവസരം അവരറിഞ്ഞുകൊണ്ട് തന്നെ കളഞ്ഞു കുളിച്ചു എന്ന് പറയുന്നതാകും ശരി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിരുദ്ധ തരംഗമുണ്ട് എന്നൊക്കെ എല്ലാവരും കൊട്ടിഘോഷിക്കുമ്പോൾ അത് വേണ്ട തരത്തിൽ മുതലാക്കാനായിട്ട് കോൺഗ്രസ്സുകാർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും ശക്തമായിട്ട് തെളിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ അൻവറിനെ ചൊല്ലി UDFിൽ ഒരു കലഹം തന്നെ ഉണ്ടായിരിക്കുന്നത്. UDFിൽ ഇനിയെങ്കിലും ഭരണം നേടണമെന്ന് ലീഗിന് താല്പര്യമുണ്ട്. പക്ഷേ കോൺഗ്രസിനകത്ത് അനൈക്യം മൂലം അത് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ ഒരു 5 വർഷം കൂടി ഭരണമില്ലാതെ നിൽക്കുക എന്നുള്ളത് ലീഗിന് ആലോചിക്കാൻ വയ്യ എന്നുള്ളതാണ്. അസാധ്യം എന്ന് തന്നെ പറയാം. ലീഗ് അതിന് തയ്യാറാകത്തില്ല ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് ലീഗിൻ്റെ വഴി തേടുമെന്നുള്ളതാണ്. അവർ മലബാറിൽ അവരുടെ ജനതയുടേതായ കാര്യങ്ങൾ മുഴുവൻ സംരക്ഷിച്ചു പോവുകയും അങ്ങനെ ആ പാർട്ടി മുസ്ലിം ലീഗ് ശക്തിപ്പെടുകയും അവർക്ക് കൊടുക്കുന്ന സീറ്റുകളിൽ അവർ വിജയം ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അവർക്ക് ഇനിയും ഭരണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് അവർക്ക് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്തായാലും കാര്യങ്ങളൊന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതായത് UDF വിടുക എന്ന് തന്നെയാണ്. ഒരുപക്ഷെ അതിന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരെ അവർ കാത്തിരിക്കും. ഈ 26 അധികാരത്തിൽ വരുമെന്നുള്ള ഒരു അമിത പ്രതീക്ഷ UDFിൽ പൊതുവെ ഉണ്ട്, അതുപോലെ ജനങ്ങളുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ UDFിൽ നിന്ന് പോയ ജോസ് കെ മാണി വിഭാഗത്തെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു യജ്ഞം നടത്തിയത്. ആ യജ്ഞം പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല, ജോസ് കെ മാണി വരില്ല എന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ വരവ് അല്പം പുറകോട്ടേക്ക് പോയി എന്നുള്ളതാണ്. കാരണം ഭരണം ഉണ്ടെങ്കിലേ ജോസ് കെ മാണി വിഭാഗം അങ്ങോട്ടേക്ക് തിരിയും. അത് ആരുടെ കൂടെ ആയാലും ഭരണത്തിൽ പങ്കാളിയാവുക എന്ന് മാത്രമാണ് ജോസ് കെ മാണി. ഇപ്പോൾ പള്ളിക്കാരും പട്ടക്കാരും തന്നെ പറയുന്നുണ്ട് ജോസ് കെ മാണി അവിടെ നിന്നിട്ട് വലിയ നേട്ടമൊന്നും ഇല്ല എന്ന്. LDFിൽ പള്ളിക്കാരും പട്ടക്കാരും പറയുന്നതനുസരിച്ച് ജോസ് കെ മാണിയും കേരള കോൺഗ്രസും അനുസരിക്കുകയുള്ളൂ. കേരള കോൺഗ്രസിലൊരു നല്ല പങ്കും ക്രൈസ്തവരാണ്. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗത്തിൽ കൂടുതലും ക്രൈസ്തവരാണ്. അപ്പോൾ പള്ളിക്കാരുടെ വാക്കുകൾ കേൾക്കണം. അപ്പോൾ LDFിൽ നിന്ന് കഴിഞ്ഞാൽ വേണ്ടത്ര പ്രയോജനമില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത ഭരണം കിട്ടാൻ പോകുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് UDF എന്നുള്ള രീതിയിൽ. കാരണം എന്തായാലും BJP അടുത്ത തവണ അധികാരത്തിൽ വരില്ല. അത്രത്തോളം സീറ്റൊന്നും പിടിച്ചു വരാൻ സമയമായിട്ടില്ല. അവർ 2031 നോട്ടമിടുന്നത്. അതിനു മുമ്പായിട്ട് കേരളത്തിൽ വലിയൊരു ചലനം തന്നെ സൃഷ്ടിക്കും.
പക്ഷേ അതിന് വേണ്ടതായ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ട് ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവുമാണ് ഈ മുസ്ലിം ലീഗ് നടത്തിയത്. മുസ്ലിം ലീഗ് നടത്തിയ എന്താണെന്ന് ചോദിച്ചാൽ മുന്നണി വിപുലീകരണമാണ്. അതിനുവേണ്ടി അവർ ത്യാഗം വരെ ചെയ്യാൻ തയ്യാറായി. അതായത് തിരുവമ്പാടി സീറ്റ് അവർ ജോസ് കെ മാണിക്ക് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയതാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനിയും പാലയിൽ അവിടെ ഇടം കിട്ടത്തില്ല. കാരണം മാണി സി കാപ്പൻ അവിടെ നിന്ന് മാറിക്കൊടുക്കത്തില്ല. UDF-ലാണ് കാപ്പൻ മാറിയാലല്ലേ UDF-ൽ ജോസ് കെ മാണി വിഭാഗം വന്നു കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് അവിടെ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. കാപ്പൻ മാറിക്കൊടുക്കില്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലം മുസ്ലിം ലീഗ് ഓഫർ ചെയ്തു. അത് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി ലീഗിനുള്ളതാണ്. ഈ കഴിഞ്ഞ തവണ CPM ആണ് അവിടെ നിന്ന് വിജയിച്ചത്. പക്ഷെ അത് ഏതാണ്ട് ഒരു 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ എന്തായാലും അത് ലീഗിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തിരുവമ്പാടിയിലേക്ക് ജോസ് കെ മാണിയെ നിർത്താം എന്നുള്ളതാണ് തീർച്ചപ്പെടുത്തിയത്. ജോസ് കെ മാണിക്ക് എന്തായാലും അധികാരത്തിൽ വരണം. ജോസ് കെ മാണിക്ക് ഈ മന്ത്രി കസേര ഇല്ലാതെ മുമ്പോട്ട് പോവുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ലീഗ് അത്തരത്തിലുള്ള നീക്കം നടത്തിയത്. പക്ഷെ പ്രയോജനമില്ലാതായിപ്പോയി. കാരണം UDF-നകത്ത് ഇത്തരത്തിലുള്ള അന്തഛിദ്രം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരാൻ തയ്യാറെടുക്കത്തില്ല. ജോസ് കെ മാണി എന്നല്ല, ആരും തയ്യാറെടുക്കത്തില്ല. കാരണം ലീഗ് തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറെടുക്കുകയല്ലേ. ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനകത്ത് വലിയ അപ്രമാദിത്വമുള്ള പാർട്ടിയാണ്, ഘടകകക്ഷിയാണ്. കോൺഗ്രസിനെ ഭരിക്കുന്നു എന്ന് വേണമെങ്കിലും പറയാം. ലീഗും അൻവറും തമ്മിൽ ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിർത്തിയില്ല, ജോയിയെ. പക്ഷേ അൻവർ ചോദിക്കുന്ന പിന്നെയും ചില കാര്യങ്ങളുണ്ട്. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻവറിന് 3 സീറ്റെങ്കിലും കുറഞ്ഞത് കിട്ടണം. തൃണമൂൽ കോൺഗ്രസ്, ഒന്ന് അൻവറിനും പിന്നെ രണ്ടു പേർക്കും. അൻവറിന് മന്ത്രിസ്ഥാനവും വേണം. ഇതൊക്കെ തന്നെയാണ്. അൻവർ മന്ത്രിയായാലും എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എങ്ങനെ പോയാലും അൻവറിന് അവിടെ മണ്ഡലത്തിൽ ഒരു 5000 വോട്ട് എങ്ങനെ പോയാലും പിടിക്കാൻ കഴിയും. LDF-ഉം UDF-ഉം LDF-ന് നന്നായിട്ട് അറിയാം, CPM-ന് നന്നായിട്ട് അറിയാം അൻവർ വോട്ട് മറിക്കാൻ വിദഗ്ധനാണ്. അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് 8-9 വർഷമായിട്ട് CPM കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ CPM ഇപ്പോൾ അൻവറേയും ഭയക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അൻവറിനെ ചൊല്ലി കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു ചലനം ഉണ്ടായി എന്നുള്ളതാണ്. ഒന്ന്, ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയി. ഉപതെരഞ്ഞെടുപ്പ് വരുത്തി വെച്ചതാണ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പോലും പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയ പോരാട്ടമായി കഴിയുമ്പോൾ സ്ഥാനാർത്ഥി അനിവാര്യമാണല്ലോ. അങ്ങനെ ഇറങ്ങിയതാണ്. പക്ഷെ BJP-യും പറയുന്നുണ്ട് സ്വരാജിനായിരിക്കും വിജയമെന്ന്. അത് കൂടുതൽ അവരുടെ ഈ CPM BJP അന്തർധാര കൂടുതൽ അങ്ങ് ശക്തിപ്പെടാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കത്തുള്ളൂ, അത്തരത്തിലുള്ള വർത്തമാനമൊക്കെ. എന്തായാലും നിലമ്പൂരിൽ നിന്ന് നമുക്ക് ചില കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയം കുറച്ച് പ്രവചിക്കാൻ കഴിയും.